സുബൈദാ, വൈകുന്നേരത്തെ ചായ ഇട്ട് പോന്നോട്ടെ. ആ നിങ്ങൾ വന്നാ ഇതെപ്പ കൊണ്ടുവരാ. അല്ലാ, മണി 5 കഴിഞ്ഞിട്ടും ഉഷ്ണത്തിനൊരു കുറവുമില്ല. ചായ നാളേക്കുള്ള പേപ്പർ ഇപ്പൊ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടപ്പൊ നിങ്ങൾ ഇന്നത്തെ പേപ്പർ വായിക്കാൻ തുടങ്ങണേ. ഇങ്ങക്കിത് വായിക്കാൻ നേരമില്ലെങ്കിൽ അവിടെ നിർത്തിക്കൂടെ? അടുക്കളയിലെ സ്റ്റോർ റൂമില് ഇതങ്ങോട്ട് കുന്നു കൂടിയിക്കണ്. അതിനിത് നിർത്തിയിട്ട് എന്താ കാര്യം? ഇതിന്റെ കായ് മുൻകൂർ കൊടുത്തിരിക്കണം. നാളെ പ്രസിഡന്റിന്റെ പാർട്ടി പത്രം കൂടി വരുന്നുണ്ട്. അതിന്റെ കായ് ഒന്ന് പഞ്ചായത്തിൽ പോയപ്പോൾ കൊടുത്തിരിക്കണം. നാളെ മുതൽ അതും കൂടെ എന്റെ സ്റ്റോറിൽ എടുത്തുവെച്ചോ. എന്തൊരു കുഞ്ഞുമുഖം, എന്തൊരഴകാണ് ചന്ദന പാവാട. അൻസാറാണാ വരണേ. ഇതൊക്കെ എടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. അന്നെ കണ്ട ഓൻ ഓരോന്ന് പറഞ്ഞു കൊടുന്ന് പോവില്ല. ആ കോടയും കൂടെ എടുക്കി. എന്തൊരു ചേലാണ് നിന്റെ ചന്ദന പാവാട, എന്തൊരഴകാണ് ഓമന കുഞ്ഞുമുഖം, ചന്ദന ചേലുള്ള പെണ്ണിനെ കെട്ടുമ്പോ എന്തൊരു ചേലാണ്. വേണ്ട, നിന്റെ ചന്ദന പാവാട എന്തൊരു ചേലുള്ള അതിന് അൻസാറേ, എന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ച് മുറ്റത്തൂടെ വരരുതെന്ന്. എനിക്ക് വേറെ വഴിയുണ്ടല്ലോ. അതിന് ഞാൻ പല പ്രാവശ്യത്തിൽ കൂടെ പോണില്ലല്ലോ. രാവിലെ ഉച്ചക്ക് ഞാൻ അപ്പുറത്ത് കൂടെ അല്ലേ പോണത്. എന്നാ പിന്നെ വൈകുന്നേരം എനിക്ക് അതിലൂടെ പോയാ പോരെ? അത് പിന്നെ വൈകുന്നേരം കൊടിക്കത്തുന്നതിന് മുന്നേ നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് ഒന്ന് കാണാതെ പോയ ഒരു സമാധാനക്കട ഉറക്കം കിട്ടൂലെന്ന്. നിങ്ങളെന്റെ ബാപ്പാന്റെ ചങ്ങായിയല്ലേ. ബാപ്പ പോയ പിന്നെ ഈ മുറ്റത്ത് കിടന്നല്ലേ ഞാൻ കളിച്ചു വളർന്ന്. എന്താണാവോ, വരണ്ടാന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാലും കാലിവിടെ തന്നെ കൊടുന്നെത്തിക്കും. വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, കള്ളും കുടിച്ച് ഈ നിലയിൽ വരരുതെന്നേ പറഞ്ഞുള്ളൂ. ആ, എന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്ത് കാര്യം? ഇതിലെ കള്ളുടിച്ച് വരരുതല്ലേ? അതല്ല, എൻ്റെ കള്ളുകൂടി നിർത്താൻ ചികിത്സിക്കാൻ പോണ കാര്യം. ആ, അത് പറഞ്ഞിരുന്നു. അത് വേണ്ടി വരും. അത് വേണ്ടി വരും. മാത്രല്ല, നാളെ 8 മണിക്ക് പോവാൻ വേണം. രാവിലെ അന്നെ കൂട്ടാൻ വണ്ടി ഇവിടെ വരും. 8 മണിക്കാ? ഞാൻ എണീക്കാൻ തന്നെ 11 മണിയാവും. 24 hours. ആ, എന്നാ ഇവിടെ തന്നെ കിടന്നോ. നന്നാവാൻ കിട്ടുന്ന അവസരം അത്. അതിന് ഈ ഒരുക്കല്ലെങ്കിലേ പിന്നെ എന്നെ ഈ മുറ്റത്ത് കണ്ടുപോരുത്. ഒരു കാര്യത്തിനും എന്നെ വിളിക്കും ചെയ്യരുത്. ഇത്ര പെട്ടെന്ന് വേണോ? എന്റെ ഓളോടൊന്ന് ചോദിച്ചിട്ട് പോരെ? ഓളോട് ചോദിക്കണം. എൻ്റെ അടിയും കുത്തും കൊണ്ട് സഹിക്കാണ്ട് ഓള് ഇവിടെ വന്ന് നിലയും വിളിയും കുടിക്കണം. ഓള് പറഞ്ഞിട്ടാ ഞാനിതിന് ഒരുങ്ങിയത്. മര്യാദക്ക് നാളെ രാവിലെ റെഡി ആയിക്കോ. ഓളൂടെ കുടുംബ കോടതിയിലെത്തിയ അനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തിനാ അൻസാറ ഈ ആ പാവത്തിനെ തല്ലണത്? അത് ഞാൻ എന്റെ കുടിലേക്ക് ചെല്ലുമ്പോഴേ അവൾ ഓരോന്ന് പറഞ്ഞു ചൊറിഞ്ഞോണ്ട് വരും. അപ്പൊ ചെറുതായിട്ടൊന്ന് ചോട്ടും, അത്രേ ഉള്ളൂ. അത് പിന്നെ നാളെ തന്നെ പോണ്ടി വരുമോ? പോണം. എന്താ? അല്ല, എന്റെ കായൊന്നും ഇല്ലേ? അപ്പൊ കായ്ച്ചെലവില്ലല്ലോ. ചെലവുണ്ട്. 10,000 ഉറുപ്പ്യ ചെലവുണ്ട്. ഈ കായൊന്നും എടുക്കണ്ട, ഇതൊരു കൂട്ടായ്മ ചെയ്യണതാ. അത് അവരെടുത്തോളും. ഈ അവരോടൊപ്പം ഒന്ന് പോയാ മതി. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി, അപ്പൊ ഞാൻ പോണു. എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയിട്ടത്. കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ അവളെ അടിക്കാനും കുത്താനും നിൽക്കണ്ടട്ടാ. അതിപ്പോ എല്ലാത്തിനും ഒരു കൊട്ടിക്കലാശമൊക്കെ ഉണ്ടാവില്ലേ? റബ്ബേ, ഒരു കുടുംബം നശിച്ചു പോണത് കാണാൻ വയ്യ. അയ്യോ, എനിക്ക് നല്ല ബുദ്ധി കൊടുക്കും. അൻസാറ് വളരെ നല്ലോന, പക്ഷെ ഈ വഴി വളരെ മോശ. അൻസാറ് ഇപ്പോ വളരെ മോശ.
അരേ വേണേ കുടിച്ചോ എന്നാ. ഉപ്പ മോൾക്ക് കടലമുട്ടായി വാങ്ങിയുണ്ട് ട്ടോ. അയ്യടാ അത് പോയിന്നാ തോന്നുന്നത്. നാളെ വാങ്ങിച്ചേരട്ടാ. ഇക്ക് വേണ്ട. എടി ഒരുമ്പട്ടോളെ, അതിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ പണ്ടാരത്തിനെ വിട്ട് കാശാക്കാൻ. അവളുടെ ഒരു ആടുപ്രേമം, ഒരറ്റ ചവിട്ടോ. ഇതിനെയും കൂടെ വിറ്റിട്ട് വേണം ആ കാശും കൂടി കള്ളു കുടിച്ച് തീർക്കാൻ. ആ പുതിയ മനസ്സ് വെച്ചാ മതി. എന്റെ മോളെപ്പോൾ തന്നെ ഈ ജീവി. നോക്കാട് ഇത്ര കാലം ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ആരുടെ ഈ മോന്നിനടുത്ത് വീട്ടിന്റെ മുമ്പിൽ ചൊല്ലു കൊടുന്ന് വെച്ചിരിക്കുന്നത്? ലക്ഷണങ്ങളാണ് നടന്നു കണക്ക്. ബാങ്ക് കൊടുക്കാൻ നേരത്ത് മൂക്കറ്റം കള്ളും കുടിച്ച് വീട്ടിലേക്ക് കേറി വരുന്നതാവും നല്ല ലക്ഷണമുള്ള കാര്യം. എന്താണ് ഈ തർക്കുത്തര പറഞ്ഞ? വേണ്ട വേണ്ട വേണ്ട, ആരെ വിളിക്കണ്ട. നീ സഹകരിച്ച നമുക്കത് ഇപ്പൊ തീർക്കാം. ആരെയും കുത്തുമില്ല, നാളെ മുതലില്ല, ഇന്ന് അവസാനത്തെ. സഹകരിക്കും പ്ലീസ്. എന്തെങ്കിലും നാളെ ചാവാൻ പോവാണ്. ആചാര്യ പറയണ നാളെ കള്ളുകൂടി നിർത്താൻ പോവാന്. അന്റെ പണ്ടാറടങ്ങിയ കംപ്ലൈന്റ് ഉണ്ട്. നാളെ 8 മണിക്ക് എണീറ്റ് പോണം. പോയോക്ക, നന്നാണെങ്കിൽ നന്നായിക്കോട്ടെ. ഒരു പരീക്ഷണം. റബ്ബേ, ഇതിന്റെ ദുആ കേട്ടാ? മോളെ എപ്പ പറഞ്ഞത് കേട്ടാ? ഇങ്ങക്ക് നല്ല ബുദ്ധി തോന്നിയല്ല. പടച്ചോനെ, ഇതിന്റെ മനസ്സിനെ മാറല്ലേ. നിങ്ങളേല് കായ് വല്ലതുണ്ടാ? നമുക്ക് ആടിനെ വിൽക്കാ. തൽക്കാലം ആചാരോട് മേടിച്ചോളി. കായൊന്നും വേണ്ട ബലാലേ. അത് ഏതൊരു എന്താണ് ഇത് കൂട്ടായ്മ, കൂട്ടായ്മ, ഒരു കൂട്ടായ്മക്കാരെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടായ്മ? അല്ല, അത് പറഞ്ഞപ്പോഴാ നിങ്ങൾ കൂട്ടാൻ വെക്കാൻ വല്ലതും മേടിച്ചോ? ഞാൻ മാന്തൽ മേടിച്ചിരുന്നു. അതുകൊണ്ട് വരുമ്പോഴാ ഒരു ചങ്ങായി അവിടെ അങ്ങാടിയിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണ്. മീനിലൊക്കെ എന്തോ വിഷം ചേർക്കുന്നുണ്ടെന്ന്. അത് കേട്ടപ്പാട് ഞാനതെടുത്ത് ആ കച്ചറക്കിട്ട്. ഇവിടെ കൂട്ടാനൊന്നുമില്ല. ഇപ്പൊ കൂട്ടായ്മ പോയി കൂട്ടാനില്ലായ്മയായോ? സാരല്ല, അച്ചാർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് കഞ്ഞിയാക്കാം. ഓക്കേ, കമോൺ. വാ മോളെ. ആ നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ബാഗിലാക്കണം. അതാ ചായ. ആ ചായ കുടിക്ക്. സുബോ, അൻസാറിനെ ചികിത്സക്ക് കൊണ്ടുപോകാൻ വന്നവരാ. ഈ ഓനൊന്നുകൊണ്ട് വിളിച്ചോ. ആചാരെ, ഇങ്ങനെ വരാനുണ്ടായ സാഹചര്യം ഞങ്ങൾ ഇന്നിങ്ങനെ വന്നിട്ടില്ല എങ്കിൽ പല പറ്റിക്കലിലും പെട്ടിട്ടുണ്ട്. വരാ എന്ന് പറയും, പിന്നെ ആ സമയത്ത് വരാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോണത്. ആ അവർ വരുന്നുണ്ട്. ഇറങ്ങിക്കോളിയും. 11 മണിക്ക് മുമ്പ് അവിടെ എത്തണ്ടേ. ആചാരെ, ഞാൻ പോയിട്ട് വരാ. ആ വീട്ടിൽ അസീനെ മോള് ഒറ്റക്കുള്ളൂ. ഇത്താ, ജയനെ കുറിച്ച് ഒന്നും ബേജാറാണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ പോയിട്ട് വരാ. ഹാജിരെ, സുബത്ത, ഹാജിരെ, സുബത്ത. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ആരെയാണ് ഈ കാണുന്നത്? സുബൈദ, ആരായി വന്നിക്കണ് നോക്ക്. അൽഹംദുലില്ലാ, ഞാൻ നന്നായി ആചാരെ. അൽഹംദുലില്ലാ. എല്ലാം ഒന്ന് തെളിഞ്ഞതിപ്പോഴാ. അറിവിന്റെ വെളിച്ചം നല്ലോണം മൂത്തേക്ക് അടിച്ചപ്പോഴാ ഞാൻ ഉണർന്നത്. ഇതെന്റെ മടക്ക. പലതും പഠിച്ചു. നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. അൻസാറേ, ഇനി അതൊന്നും ഓർക്കണ്ട. ഓളയും കുട്ടിയെ നോക്കി നന്നായി ജീവിക്കാൻ നോക്ക്. അതെ, ഓളി ഇന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ അടുക്കളയിൽ നെയ്ച്ചൂറ് വെച്ചുകൊണ്ടിരിക്കണം. ചെല്ല്. ഇത്താ പോട്ടെ.
ഇങ്ങളെ രണ്ടാളെ പടച്ചോൻ കാക്കും. മോളെ മാഷാല്ലാ, ആളാകെ കോലം മാറിപ്പോയല്ലോ. മോൾക്കാകെ മനസ്സിൽ വിഷമായിരുന്നു. ഇപ്പൊ മാറുവോ പോയി വരുമ്പോന്ന്? അതെ, അവിടെ പോയാ ആരും മാറും. മോളുടെ പ്രിയപ്പെട്ട കടലമിഠായി. പോയ സ്ഥലത്തെല്ലാം സുഖമായിരുന്ന? ബുദ്ധിമുട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. നമ്മളൊന്നും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലല്ലേ കഴിയണത്. അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഓരോരുത്തന്മാര് കള്ളും കഞ്ചാവും കുടിച്ചിട്ട് അല്ലോ ഓരോ പൊല്ലാപ്പ് കാട്ടിട്ട് അവിടെ ചികിത്സക്ക് വന്നിട്ട് അവരുടെ ഞാൻ വെറും പാപം. എന്തായാലും എന്ത് സഹിച്ചാലും അതിന് പടച്ചോൻ ഫലം തന്നല്ല. ആചാര്യ കണ്ടാ? ഞാനവിടെ കേറി. ഇതിന് വെള്ളം എടുക്ക്. മോളെ മാങ്കൂടുത്ത കേട്ടില്ല. കൊടുക്കണത് കേട്ടാ പറയണേ. ഉപ്പാക്ക് നിസ്കരിക്കണേ. ഹസീന വന്നിക്ക് നിങ്ങളെ കാണാൻ. എന്താ പിന്നെ ഓൻ വല്ല കുഴപ്പമുണ്ടാക്കിയാ? എവിടെ ഓള്? കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഓൾക്ക് ഇനി ഇങ്ങനൊരു സന്തോഷം പറയാനില്ല. അൻസാര് വന്നിട്ട് ഇപ്പൊ ഒരാഴ്ച ആയില്ലേ. വീട്ടിൽ നിന്ന് ഓൻ പുറത്തിറങ്ങാറേ ഇല്ലത്തരെ. അൽഹംദുലില്ലാ. പിന്നെന്താ? എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നല്ല കാലം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഞാനും മോളും ചാവാനുള്ള ഓരോ പദ്ധതികളും മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ടിരുമ്പോഴാണ് ആചാര്യ പഠിച്ചോനെ പോലെ വന്ന് എൻ്റെ ആളെ നേരാക്കിക്ക് തന്നത്. വളരെ സന്തോഷത്തിനാണ് ഇപ്പൊ ഞാനും മോളും കഴിഞ്ഞുകൂടുന്നത്. ഇപ്പൊ മോളെ വലിയ ഇഷ്ടാ. എന്നെ എല്ലാം അള്ളാടെ പരീക്ഷണം. അത്രയാ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളൊരു സന്തോഷത്തിന് എല്ലാരും വിളിച്ചു വരുന്നേത്ത് ഭക്ഷണം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മറ്റന്നാൾ ഉച്ചക്ക് എല്ലാരും അങ്ങോട്ട് വരണം. പിന്നെ ആ കൂട്ടായ്മക്കാരെ കൂടെ വിളിക്കണം. ഏയ് അതൊന്നും വേണ്ട. എതിരൊന്നും പറയരുത്. ഞങ്ങൾ തീരുമാനിച്ചതാ. മൂപ്പർക്ക് അടുത്ത കുറച്ച് ചെങ്ങായിമാരുണ്ടേ, അവരെ ക്ഷണിക്കാൻ പോയിക്കാണ്. തിരിച്ചു വരുമ്പോ ഇവിടെ വരുന്നു പറഞ്ഞിക്കണ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. കൂട്ടായ്മക്കാരെ ഞാൻ വിളിക്കാം. എന്തൊരഴകാണ് അത് ചന്ദനപ്പാവാട. അരെ, എന്തൊരു ചേലാണ് അത് ഓമനക്കുഞ്ഞു. ഹേ, എന്തൊരഴകാണ്. പടച്ചോനെ ചതിച്ച ഈ കഷ്ടപ്പെട്ടെല്ലാം വെറുതായ. അൻസാറേ, എന്ത് പോക്കിരിത്തലായി കാണിച്ചു വന്നിരിക്കുന്നത്? ഇങ്ങനെ വീണ്ടും ഈ മുറ്റത്ത് വരാൻ അനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഇങ്ങനെ മൂക്കറ്റം കുടിച്ച് പയ പോലെ ആവാനാണ് ഞങ്ങൾ ചെങ്ങായിമാരെ കൂട്ടാൻ പോയത്. ഇതിനും ഭേദം ഞങ്ങൾ രണ്ടിനും കൊന്നൂടായിരുന്ന. മതിയെ എനിക്ക് ഈ ജീവിതം. ഇന്നത്തോടെയല്ല ഞാൻ തീർക്കും. അൻസാറേ, അനക്ക് എന്താ പറയാനുള്ളത്? മതിയായില്ല എനിക്ക്? കള്ള നായി, നീ മുറ്റത്ത് ചവിട്ടി പോരുത്. അജയനോട് ക്ഷമിക്കണം. ഇതൊന്നും നമുക്ക് ശരിയാവൂല. കൂട്ടായ്മയിൽ ഒരു 50,000 ഉറുപ്പ് എടുക്കണ്ടാവോ? ഇക്കൊരു 4 ചങ്ങായിമാരുണ്ട്. അവര് ക്ഷണിക്കാൻ വേണ്ടി പോയതിന് പകരം അവരെന്നെ ക്ഷണിച്ചു. 50,000 ഉറുപ്പ് ഉണ്ടെങ്കിൽ അവരെ എന്നെയും ഒരുമിച്ച് നന്നാക്കാൻ കൊണ്ടുപോയാൽ മാത്രമേ ഞാൻ നന്നാവൂ. എന്താണ് ഇവിടെ ഇതിനെപ്പറ്റി നോനി പറയാൻ വന്നതല്ലേ?